നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവുത്സവ ആഘോഷത്തിനിടെ പരസ്യ മദ്യപാനം നടന്നതായി പരാതി. വലിയ വിളക്കിനിടെ ഒരു കൂട്ടം യുവാക്കൾ മദ്യപാനം നടത്തിയെന്നാണ് പരാതി. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ അശ്ലീല വീഡിയോ ചമച്ച് സഹോദരനിൽ നിന്ന് പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി തിരുത്തിക്കാട്ടിൽ വീട്ടിൽ ഉനൈസ് ആണ് അറസ്റ്റിലായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചിട്ടും മാറ്റം വരുത്താതെ പെരിങ്ങോട്ടുകരയിൽ മുൻ MLA-യുടെ ക്യാമ്പ് ഓഫീസ്. CC മുകുന്ദന്റെ പേരിലുള്ള പഴയ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ ബോർഡ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവുത്സവാഘോഷത്തിനിടെ പരസ്യ മദ്യപാനം നടന്നതായി പരാതി. വലിയ വിളക്കിനിടെ ഒരു കൂട്ടം യുവാക്കൾ മദ്യപാനം നടത്തിയെന്നാണ് പരാതി. ബുധനാഴ്ച രാത്രി തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള വലിയ വിളക്ക് ആഘോഷത്തിനിടെയാണ് പരസ്യ മദ്യപാനം നടന്നതായി പരാതി ഉയർന്നത്. മേളം നടക്കുന്നതിനിടെ ഒരു കൂട്ടം യുവാക്കൾ ക്ഷേത്രനടയിൽ വെച്ച് മദ്യപിച്ചെന്നാണ് പറയുന്നത്. സംഘം ചേർന്ന് മദ്യക്കുപ്പി കൈമാറി കുടിക്കുന്നത് ഭക്തരായ സ്ത്രീകൾ അടക്കമുള്ളവർ കണ്ടിരുന്നു. ഇത് ചോദ്യം ചെയ്യുന്നതിനിടെ ചിലർ ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇതോടെ ഇവർ സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഇതിനിടെ യുവാക്കൾ ക്ഷേത്രനടയിൽ മദ്യപിക്കുന്നതായ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ഉൾപ്പെട്ട സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി പോലീസിനെ സമീപിച്ചു. BJP ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ജില്ലാ സെക്രട്ടറി അഖിലാഷ് വിശ്വനാഥൻ, പൊർത്തുശ്ശേരി മേഖലാ പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ എന്നിവർ ഇരിങ്ങാലക്കുട SHOക്ക് നേരിട്ട് പരാതി കൈമാറി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംഭവത്തിൽ ഉടൻ കേസെടുക്കുമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ അശ്ലീല വീഡിയോ ചമച്ച് സഹോദരനിൽ നിന്ന് പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി തിരുത്തിക്കാട്ടിൽ വീട്ടിൽ ഉനൈസ് ആണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്താണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന യുവ നേതാവിന്റെ പരാതിയിലാണ് ചേർപ്പ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രതിയുടെ നീക്കമുണ്ടായത്. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യുവ നേതാവിനെ വ്യക്തിഹത്യ നടത്താൻ നിർമ്മിച്ച വീഡിയോ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ടെന്ന് പ്രതി ഉനൈസ് സ്ഥാനാർത്ഥിയുടെ സഹോദരനെ വിശ്വസിപ്പിച്ചു. തുടർന്ന് പ്രതി ഇക്കാര്യം പറഞ്ഞ് സ്ഥാനാർത്ഥിയുടെ സഹോദരനെ ഭീഷണിപ്പെടുത്തി. അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ച് ഇത് പുറത്തുവിടാതിരിക്കാനെന്ന പേരിൽ സ്ഥാനാർത്ഥിയുടെ സഹോദരനെ ഭീഷണിപ്പെടുത്തിയ പ്രതി അദ്ദേഹത്തിൽ നിന്ന് പണവും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയായിരുന്നു. പിന്നീട് ഇതേ ഭീഷണി ആവർത്തിച്ച പ്രതി സ്ഥാനാർത്ഥിയുടെ സഹോദരനോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടു. ഇതോടെ സംശയം തോന്നിയ സഹോദരൻ ഇക്കാര്യം നേതാവിനെ അറിയിച്ചതോടെയാണ് സംഭവം വ്യാജമാണെന്ന് വ്യക്തമായത്. തുടർന്ന് ഉനൈസിനെതിരെ ഇരിങ്ങാലക്കുട DYSPക്കും ചേർപ്പ് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുകയായിരുന്നു. അറസ്റ്റിലായ പ്രതി ഉനൈസിനെ കോടതി റിമാൻഡ് ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചിട്ടും മാറ്റം വരുത്താതെ പെരിങ്ങോട്ടുകരയിൽ മുൻ MLA-യുടെ ക്യാമ്പ് ഓഫീസ്. CC മുകുന്ദന്റെ പേരിലുള്ള പഴയ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ ബോർഡ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി. MLA ആയിരിക്കെ CC മുകുന്ദൻ തുടങ്ങിവെച്ചതാണ് പെരിങ്ങോട്ടുകരയിലെ ക്യാമ്പ് ഓഫീസ്. MLA സ്ഥാനം രാജിവെച്ചാണ് CC മുകുന്ദൻ BJP-യിൽ ചേർന്ന് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ CC മുകുന്ദനെയും UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിനെയും പരാജയപ്പെടുത്തി ഗീതാ ഗോപി നിയുക്ത MLA ആയി. എന്നാൽ MLA സ്ഥാനം ഒഴിഞ്ഞും ഫലപ്രഖ്യാപനം വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പഴയ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ CC മുകുന്ദന്റെ പേരുകൾ സ്ഥാപിച്ച ബോർഡുകൾ
ഇനിയും എടുത്തു മാറ്റിയിട്ടില്ല. ഫലപ്രഖ്യാപനം വന്നതോടെയെങ്കിലും MLA ആയുള്ള പഴയ ബോർഡ് നീക്കം ചെയ്യണമെന്നാണ് മറുപക്ഷം പറയുന്നത്. MLA സ്ഥാനം ഇല്ലാതിരിക്കെ പഴയ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ നിന്ന് ഇത്തരം ബോർഡുകൾ എടുത്തുമാറ്റാൻ മുൻ MLA CC മുകുന്ദൻ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. തൃശൂരിൽ ലോറിക്കടിയിലേക്ക് വീണ സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് ദാരുണാന്ത്യം. അവണിശ്ശേരി സ്വദേശി വടുംകൂട്ടിൽ വീട്ടിൽ ശ്രീനിവാസന്റെ ഭാര്യ 37 വയസ്സുള്ള ദേവികയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിൽ ഉണ്ടായ അപകടത്തിലാണ് യുവതിക്ക് ജീവൻ നഷ്ടമായത്. ലോറിയും യുവതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും ഒരേ ദിശയിലാണ് പോയിരുന്നത്. യാത്രക്കിടെ സ്കൂട്ടറിൽ നിന്ന് വീണ യുവതി ലോറിക്കടിയിൽപ്പെട്ടാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ദേവികയെ ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലോറിയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ എടമുട്ടത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തൊപ്പികൾ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷന്റെ ഒപ്പം പദ്ധതി പ്രകാരമായിരുന്നു തൊപ്പി വിതരണം. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾക്കായി എടമുട്ടം ഡിവിഷൻ മെമ്പർ തൊപ്പികൾ ഒരുക്കിയത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. എടമുട്ടം ഡിവിഷൻ മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനിത ത്രിദീപ് കുമാർ, ഗീത രാമദാസ്, പദ്ധതിയുമായി സഹകരിച്ച സ്ഥാപനത്തിന് ഡയറക്ടർമാരായ വിനീത് വിൻസെന്റ്, B ചന്ദ്രകുമാർ, വലപ്പാട് VEO രശ്മി, മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി, പുരുഷോത്തമൻ തായംകോട്ട്, കരയാമുട്ടം സൊസൈറ്റി പ്രസിഡന്റ് KH കബീർ, രഘുലാൽ വടക്കുംചേരി, സജിത്രൻ തയ്യിൽ, സുജിൽ കരിപ്പായിൽ, അഫീഫ്, നൌഷാദ് തളിയപ്പാടത്ത്, മുസ്തഫ ബഷീർ എന്നിവർ സംസാരിച്ചു. 41 ഹരിതകർമ്മ സേന അംഗങ്ങൾക്കാണ് ഒപ്പം പദ്ധതിയിലൂടെ തൊപ്പികൾ വിതരണം ചെയ്തത്. പുതിയ മുഖ്യമന്ത്രി ആരെന്ന തർക്കം കോൺഗ്രസിൽ മുറുകുന്നതിനിടെ രമേശ് ചെന്നിത്തലയ്ക്കായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ. നന്ദിപുലം കിഴക്കേ കുമരൻചിറ ഭഗവതി ക്ഷേത്രത്തിലാണ് INTUC നേതാവ് വഴിപാട് നടത്തിയത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരെന്നതിൽ ഡൽഹി വരെ ചർച്ച തുടരുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ നന്ദിപുരത്ത് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നന്ദിപുലം കിഴക്കേ കുമരൻചിറ ഭഗവതി ക്ഷേത്രത്തിലാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ പ്രത്യേക വഴിപാട് പൂജ നടന്നത്. വ്യാഴാഴ്ച ദിവസ പൂജയും ഗുരുതി പുഷ്പാഞ്ജലിയും ഒറ്റ ശർക്കര നിവേദ്യവുമാണ് വഴിപാടായി സമർപ്പിച്ചത്. INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണനാണ് വഴിപാട് പൂജ സമർപ്പിച്ചത്. രമേശ് ചെന്നിത്തല തിരുവാതിര നക്ഷത്രം എന്ന പേരിലാണ് വഴിപാട് ഷീട്ടാക്കിയത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഗുരുതി പുഷ്പാഞ്ജലി, ഒറ്റ ശർക്കര നിവേദ്യം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ മുള്ളൂർക്കര വാഴക്കോടിന് സമീപമാണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ടോറസ് ലോറി റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തൃശൂർ ഭാഗത്ത് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ മഴയെ തുടർന്ന് റോഡിൽ നിന്ന് തെന്നിമാറിയ ടോറസ് ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ കടയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പുലർച്ചെ റോഡിൽ മറ്റ് വാഹനങ്ങളും യാത്രക്കാരും ഇല്ലാതിരുന്നത് വലിയ ദുരന്തമൊഴിവാക്കി. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. CPI നേതാവ് വെങ്ങണിശ്ശേരി സ്വദേശി അയ്യപ്പത്ത് വീട്ടിൽ കുമാരൻ മകൻ ഗിരിജൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. പാറളം ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവുത്സവ ആഘോഷത്തിനിടെ പരസ്യ മദ്യപാനം നടന്നതായി പരാതി. വലിയ വിളക്കിനിടെ ഒരു കൂട്ടം യുവാക്കൾ മദ്യപാനം നടത്തിയെന്നാണ് പരാതി. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ അശ്ലീല വീഡിയോ ചമച്ച് സഹോദരനിൽ നിന്ന് പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി തിരുത്തിക്കാട്ടിൽ വീട്ടിൽ ഉനൈസ് ആണ് അറസ്റ്റിലായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചിട്ടും മാറ്റം വരുത്താതെ പെരിങ്ങോട്ടുകരയിൽ മുൻ MLA-യുടെ ക്യാമ്പ് ഓഫീസ്. CC മുകുന്ദന്റെ പേരിലുള്ള പഴയ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ ബോർഡ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.